ഹായ് എവരിവൺ, വെൽക്കം ടു ബിനസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ ഷോർട്ടിൽ പറഞ്ഞിരുന്നു അല്ലെ, ആംഗ്രി സെന്റൻസസ് ആണ് കേട്ടോ. ഒരു കുട്ടിയായിട്ടുള്ള 50 നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മൾ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ആദ്യം തന്നെ ദേഷ്യം എന്ന് പറയാനായിട്ട് നമ്മൾ നോക്കിയായിരുന്നു അല്ലെ. ഗുസ്സ ഗുസ്സ എന്ന് പറഞ്ഞ ദേഷ്യം. എനിക്ക് ദേഷ്യം വരുന്നു എങ്ങനെയാ പറയാ? എനിക്ക് ദേഷ്യം വരുന്നു, മുജെ ഗുസ്സാരെ അല്ലെ. ഇപ്പൊ നമ്മൾ വേണ്ടപ്പെട്ടവരോടാണ് ഇപ്പൊ വഴക്കിടുന്നെങ്കിൽ കുറച്ച് സെന്റൻസുകൾ എങ്ങനെയാ വരാൻ നോക്കാം കേട്ടോ. ഒന്നും മിണ്ടാതിരിക്കും, എനിക്ക് ദേഷ്യം വരുന്നു. ചുപ് രഹോ എന്ന് പറഞ്ഞാൽ മതി, മിണ്ടാതിരിക്കും, ചുപ് രഹോ. ഓക്കെ. എനിക്ക് ദേഷ്യം വരുന്നു, മുജെ ഗുസ്സാരെ. അതുപോലെ തന്നെ നമ്മൾ പറയും അല്ലെ, മിണ്ടാതിരിക്കുക, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എങ്ങനെയാ പറയാ? മുജെ ഗുസ്സാമത് ദിലാവോ, മുജെ ഗുസ്സാമത് ദിലാവോ. എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ എന്ന് പറയുന്നതാ മുജെ ഗുസ്സാമത് ദിലാവോ. ഇനി അതുപോലെ ഒരുപാട് ഒച്ച എടുക്കണെങ്കിൽ നമ്മൾ പറയും, ഒച്ച വെക്കല്ലേ എന്ന് പറയില്ലേ, ഓളി ഇടല്ലേ എന്ന് പറയത്തില്ല. അതെങ്ങനെയാ പറയുന്നേ? ചിലാവോ മത്, ചിലാവോ മത്. അത് ചിലപ്പോ നമ്മുടെ വേണ്ടപ്പെട്ട ആരെങ്കിലും ആയാലും പറയാം. ഇനിയിപ്പോ മക്കളോടാണെങ്കിലും നമ്മൾ പറയാം അല്ലെ, ഒച്ച വെക്കല്ലേ, ചിലാവോ മത്, ചിലാവോ മത്. അതുപോലെ തന്നെ ഭയങ്കര സൗണ്ടിൽ പറയുമ്പോൾ നമ്മൾ പറയല്ലേ, സൗണ്ട് കുറയ്ക്കേ, സൗണ്ട് കുറയ്ക്കേ, ആവാസ് നീച്ചെ, ആവാസ് നീച്ചെ എന്നാണ് ആ ഒരു ടോണിൽ പറയാ കേട്ടോ. അല്ലെങ്കിൽ ആവാസ് കം കരോ എന്ന് പറഞ്ഞ സൗണ്ട് കുറയ്ക്കുന്നതാണ്. ഇവിടെ ദേഷ്യത്തിലായതുകൊണ്ട് ആവാസ് നീച്ചെ എന്ന് പറഞ്ഞാലും മതി. ഓക്കെ. ഇനിയിപ്പോ നമ്മൾ പറയല്ലേ, ഒന്ന് മാനേഴ്സോടെ സംസാരിക്കും, മാനേഴ്സ് കീപ്പ് ചെയ്യുന്നൊക്കെ പറയാം അല്ലെ. എങ്ങനെയാണ്? തമീസെ ബാത് കരോ, തമീസെ ബാത് കരോ. തമീസ് എന്നാ പറയാ കേട്ടോ. മാനേഴ്സ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഓവർ സ്മാർട്ട് കാണിക്കണേ നമ്മൾ പറയാം അല്ലെ, നീ ഓവർ സ്മാർട്ട് ആവരുത് എന്നാണ് പറയണെങ്കിൽ ജ്യാദ ഹോഷിയാർ മത് ബനോ, ഹോഷിയാർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ജ്യാദ ഹോഷിയാർ മത് ബനോ എന്നാ പറയാ. ഓവർ സ്മാർട്ട് കാണിക്കണ്ട എന്ന് പറയുന്ന. ഇനി അതുപോലെ കുറച്ചുകൂടി ദേഷ്യത്തിൽ നമ്മൾ പറയില്ലേ, ഇവിടുന്ന് പോ, അല്ലെങ്കിൽ എന്റെ അടുത്തുനിന്ന് പോ എന്നൊക്കെ പറയത്തില്ല. മുജ്സെ ദൂർ ഹോ ജാവോ, എന്റെ അടുത്തു നിന്നും ദൂരെ പോ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. മുജ്സെ ദൂർ ഹോ ജാവോ. അതല്ലെങ്കിൽ ഇവിടെ നിന്നും പോ, യഹാസെ നിക്കലോ, യഹാസെ നിക്കലോ എന്നും പറയാം. അതല്ലെങ്കിൽ ഹട്ടിജ. വളരെ എന്താ പറയാ, റഫായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ ഇനി ഒരു കമന്റ് ഉണ്ടായിരുന്നു, ആംഗ്രി സെന്റൻസസ് ചെയ്യുമെന്ന് ചോദിച്ചിട്ട് കേട്ടോ. ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ ആംഗ്രി സെന്റൻസസ് ഞാൻ ഇതുവരെ ഒരു ക്ലാസ് ചെയ്തിട്ടില്ല. അതും ആവശ്യമാണ് അല്ലെ, അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ. അപ്പൊ യഹാസെ നിക്കലോ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകും. അതല്ലെങ്കിൽ ഹട്ടിജ എന്നൊക്കെ പറയും കേട്ടോ. ഹട്ടിജ, ഹട്ടിജാവോ, മാറി നിൽക്ക് എന്ന് പറയുന്നതാ. ഇനിയിപ്പോ കുറച്ചുകൂടി ബേസ് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയും അല്ലെ, ഞാനിപ്പോ വളരെ ദേഷ്യത്തിലാണ്, എന്നോട് നീ സംസാരിക്കല്ലേ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കും, ഞാനിപ്പോ വളരെ ദേഷ്യത്തിലാണ് എന്ന് പറയുമ്പോ മേ അഭി ബൗത് ഗുസ്സേ മേ ഹൂ. ഞാനിപ്പോ വളരെ ദേഷ്യത്തിലാണ്, മേ അഭി ബൗത് ഗുസ്സേ മേ ഹൂ. അതല്ലെങ്കിൽ അടി കിട്ടേണ്ട കാര്യമാണെങ്കിൽ നമ്മൾ പറയും, എന്റെ ഇപ്പൊ കിട്ടും നിനക്ക് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. അതിന് ഹിന്ദിയിൽ പറയുന്നത് മേ തുമേ തപ്പട് മാറുക. തപ്പട് അടിക്കുക എന്ന് പറയുന്ന കേട്ടോ. തപ്പട് മാറുക, മേ തുമേ തപ്പട് മാറുക, മേ അഭി ബൗത് ഗുസ്സേ മേ ഹൂ. ഞാനിപ്പോ വളരെ ദേഷ്യത്തിലാണ്, നീ മിണ്ടാതിരിക്കേ എന്നൊക്കെ പറയുന്നതാ. തും ചുപ് രഹോ, തും ചുപ് രഹോ, മേ തുമേ തപ്പട് മാറുക. ഓക്കെ. ഇനി അടുത്ത സെന്റൻസ്, എന്റെ അടുത്ത് സംസാരിക്കണ്ട, എന്റെ അടുത്ത് സംസാരിക്കണ്ട, മുജ്സെ ബാത് മത് കറോ, സംസാരിക്കരുത് കേട്ടോ. മുജ്സെ ബാത് മത് കറോ. അതെനിക്ക് പറയാം അല്ലെ, നിനക്കിത് എന്താ പറ്റിയത്, എന്റെ അടുത്ത് തർക്കിക്കുന്നത് നിർത്ത്. മേരെ സാത്ത് ബഹസ് കർണ ബന്ദ് കറോ. മേരെ സാത്ത് എന്റെ കൂടെ, ബഹസ് കർണ എന്ന് പറഞ്ഞാൽ തർക്കിക്കുക എന്നുള്ളതാ കേട്ടോ. ബന്ദ് കറോ നിർത്തു. മേരെ സാത്ത് ബഹസ് കർണ ബന്ദ് കറോ. എന്റെ കൂടെ തർക്കിക്കുന്നത് നിർത്തു, നിനക്കിത് എന്താ പറ്റിയേ, തുമ്മേ ക്യാ ഹോ ഗയാ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസുകൾ നിങ്ങൾക്ക് എവിടെയാണ് ഇത് യൂസ് ചെയ്യേണ്ടി വരുന്നത്, വരാതിരിക്കട്ടെ. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ആ സിറ്റുവേഷനിൽ അനുയോജ്യമായിട്ടുള്ള സെന്റൻസുകളാട്ടോ നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കേണ്ടത്. ഞാനിപ്പോ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്, പല സിറ്റുവേഷൻസിലാണ് ഇതൊക്കെ വരിക അല്ലെ. ഓക്കെ. ഇനി അതുപോലെ ആരെങ്കിലും നമ്മൾ ദേഷ്യം പിടിച്ചിരിക്കുന്ന സമയത്ത് തമാശ രീതിയിലേക്ക് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് ഇഷ്ടാവില്ല അല്ലെ. അപ്പൊ നമ്മൾ പറയണതാണ് മജാക് മത്തുടാവോ. മജാക് മത്തുടാവോ എന്ന് പറയുന്നത് ദേഷ്യത്തിലാട്ടോ പറയാം. മജാക് മത്തുടാവോ എന്ന് പറഞ്ഞാൽ എന്താ, നീ കളിയാക്കണ്ട എന്നുള്ള അർത്ഥത്തിലാണ്. തമാശ പറയുമല്ലോ, അപ്പൊ നമുക്കത് കളിയാക്കുന്നതായിട്ട് ഫീൽ ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ പറയും മസാക് മത്തുടാവോ, നീ വലിയ തമാശക്കല്ലേ എന്നൊക്കെ പറയത്തില്ല. അതാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ എന്നെ ശല്യപ്പെടുത്തരുതെന്നാണെങ്കിൽ മുജെ പരേശാൻ മത്ത് കറോ, മുജെ
പരേശാൻ മത് കരോ. ഓക്കെ, ഇനി ഒരു സിറ്റുവേഷനിൽ മിണ്ടാതിരിക്കേ, നിനക്കൊന്നും അറിയില്ല, എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ഇത്രയും സെന്റൻസുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ എങ്ങനെ പറയാ? മിണ്ടാതിരിക്കേ, നിനക്ക് ഒന്നും അറിയില്ല. തും മിണ്ടാതിരിക്കേ, ചുപ് രഹോ, അതെല്ലാവർക്കും അറിയാം അല്ലെ. നിനക്കൊന്നും അറിയില്ല. തും കുച്ച് നഹി ജാനത്തെ ഹോ. തും കുച്ച് നഹി ജാനത്തെ ഹോ. നിനക്ക് ഒന്നും തന്നെ അറിയില്ല എന്ന് പറയുന്നതാ. പിന്നെന്താ? എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. मैं कुछ सुनना नहीं चाहता. मैं कुछ सुनना नहीं चाहता. ഞാൻ ഒന്നും കേൾക്കാൻ, സുന്ന എന്ന് പറഞ്ഞ കേൾക്കുക. ഓക്കെ, मैं कुछ सुनना नहीं चाहता. ഞാൻ ഒന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. मुझे सब कुछ पता चला. എനിക്ക് എല്ലാം മനസ്സിലായി. मुझे सब कुछ पता चला. ക്ലിയർ ആയോ? ഇത്ര സെന്റൻസുകൾ കിട്ടിയില്ലേ? എന്നിട്ട് നമ്മൾ പറയാണ്, നിനക്ക് എന്താണ് ചെയ്യേണ്ടത്, നീ ചെയ്തോ, എനിക്കൊരു പ്രശ്നവും ഇല്ല, അല്ലെങ്കിൽ എനിക്കൊരു മാറ്റവും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. എനിക്കൊരു പ്രശ്നവും ഇല്ല, നിനക്ക് എന്ത് ചെയ്യണോ അത് ചെയ്തോ, ദേഷ്യത്തിൽ നമ്മൾ പറയാം. അപ്പൊ എങ്ങനെ പറയാ? തും ജോ കർണ ചാഹത്തെ ഹോ വോ കറോ. തും ജോ കർണ ചാഹത്തെ ഹോ. നീ എന്താണോ അതാണ് ആ ജോയ് കേട്ടോ. നമ്മൾ ജോയുടെ വെച്ചിട്ടുള്ള ഒരുപാട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതാണ് നമ്മള് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, എന്ത്, അത് എന്ന് പറയുന്ന. തും ജോ കർണ ചാഹത്തെ ഹോ, നീ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, കരോ, ചെയ്തോ. എനിക്ക് ഒരു പ്രശ്നവുമില്ല, എനിക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ല. മുझे कोई फर्क नहीं पड़ता. मुझे कोई फर्क नहीं पड़ता. ഇതാണ് ആ സെന്റൻസ് കേട്ടോ. എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് നമ്മൾ ദേഷ്യത്തിൽ പറയുന്നതാ. मुझे कोई फर्क नहीं पड़ता. മനസ്സിലായോ? ഇപ്പൊ തന്നെ ഒരു 10-20 സെന്റൻസ് കഴിഞ്ഞു കേട്ടോ. വളരെ ചെറിയ ചെറിയ സെന്റൻസുകളാണ്, അതുകൊണ്ട് വളരെ എളുപ്പമായിട്ട് കഴിയും. ഓക്കെ, അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് കഴിയുമ്പോ നമ്മൾ ചോദിക്കുമല്ലേ, നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത്, നീ എന്താ എന്നെ മനസ്സിലാക്കാത്തത്? എങ്ങനെ ചോദിക്കുക? തും മുझे ക്യോं नहीं समझते. തും മുझे क्यों नहीं समझते. സമജ്തേ കേട്ടോ. തും മുझे क्यों नहीं സമജ്ന എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുക. ക്യോं नहीं समझते എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് മനസ്സിലാക്കാത്തത് എന്ന് ചോദിക്കുന്നതാ. ഇനി അതുപോലെ നമ്മൾ വഴക്കിടുമ്പോ പറയും അല്ലെ, ഇതെല്ലാം നീ കാരണം സംഭവിച്ചതാ, അല്ലെങ്കിൽ നിന്റെ തെറ്റാണ് എന്നൊക്കെ പറയത്തില്ലയോ? ആ സെന്റൻസ് എങ്ങനെയാണ്? ये सब तुम्हारी गलती है. ये सब तुम्हारी गलती है. ഇതെല്ലാം നിന്റെ തെറ്റാണ് എന്ന് പറയുന്ന. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് പറയാണ്, എനിക്ക് നിന്നോട് സംസാരിക്കണ്ട. മുझे तुमसे बात नहीं करना. എനിക്ക് നിന്നോട്, മുझे तुमसे बात नहीं करना. बात करना എന്ന് പറഞ്ഞാൽ എന്താണ്? സംസാരിക്കുക. बात नहीं करना എന്ന് പറഞ്ഞാൽ സംസാരിക്കണ്ട. അത്രേ ഉള്ളൂ കേട്ടോ. मुझे तुमसे बात नहीं करना. ये सब തുമ്മാരി ഗൽത്തി ഹെ. ഇതെല്ലാം നിന്റെ തെറ്റാണ്. പിന്നെ നമ്മൾ പറയാം അല്ലെ, നീ ഇത്ര സെൽഫിഷ് ആണ്, അല്ലെങ്കിൽ നീ സെൽഫിഷ് ആണ്. തും സ്വാർത്ഥി ഹോ. സ്വാർത്ഥി എന്ന് പറഞ്ഞാൽ സെൽഫിഷ് കേട്ടോ. തും സ്വാർത്ഥി ഹോ. തും ഇത്തനെ സ്വാർത്ഥി ക്യൂ ഹോ. നീ ഇത്ര സെൽഫിഷ് ആവുന്നത് എന്തുകൊണ്ടാ? തും ഇത്തനെ സ്വാർത്ഥി ക്യൂ ഹോ. മനസ്സിലാവുന്നുണ്ടോ? ഈ സെന്റൻസിന്റെ മാറ്റങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞ? നീ സെൽഫിഷ് ആണ്. തും സ്വാർത്ഥി ഹോ. നീ സെൽഫിഷ് ആണ്. അവിടെ തുമ്മായതുകൊണ്ടാണ് ഹോ വയ്ക്കുന്നത് കേട്ടോ. ഇപ്പൊ ആപ്പ്, താങ്കൾ, ആപ്പ് സ്വാർത്ഥി ഹേ എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? താങ്കള് സെൽഫിഷ് ആണ് എന്ന് പറയുന്ന ആ പ്രയോഗം മാറുന്നതുകൊണ്ടാണ് ഹോയാണോ ഹുമ്മാണോ ഹേ ആണോ എന്ന് മാറ്റി പറയുന്നത്. ഇനി സംസാരിക്കുന്ന സമയത്ത് അതൊക്കെ ഒന്ന് മാറിപ്പോയെന്ന് വെച്ചിട്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. മിസ്റ്റേക്ക് ഒന്നും വരില്ല, അർത്ഥമൊക്കെ ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ പറയാം അല്ലെ, എനിക്ക് നിന്റെ മുഖം കാണണ്ട, അല്ലെങ്കിൽ ഞാൻ നിന്റെ മുഖം കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ല. മേ തുമാരി സൂറത്ത്. അവിടെ സൂറത്ത് എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മുഹ് എന്ന് പറയാം കേട്ടോ. മുഹ് എന്ന് പറഞ്ഞാലും മുഖം തന്നെയാണ്. ഓക്കെ, ചെഹര എന്ന് പറഞ്ഞാലും മുഖം തന്നെയാണ്. സൂറത്ത്. ഓക്കെ, മേ തുമാരി സൂറത്ത് ദേഖ്ന നഹി ചാഹത്താവും. കാണാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മേ തുമാരി സൂറത്ത് ദേഖ്ന നഹി ചാഹത്താവും. എന്നിട്ട് എന്താ പറയാ? ഇനി എന്റെ വഴിയിൽ വരരുത് അല്ലെ. എന്റെ വഴി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിലൂടെ വരരുത് എന്നാണ് അർത്ഥാക്കുന്നത് അല്ലെ. മേരെ രാസ്തേമേ ആന ബന്ദ് കരോ. ഇവിടെ വഴി എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. രാസ്ത എന്ന് പറയുന്നത് നമ്മളിലേക്ക് എന്നുള്ള അർത്ഥത്തിലാണ്, അതല്ല നമ്മുടെ റോഡല്ല. ഓക്കെ, രാസ്ത എന്നുള്ളതിന്റെ അർത്ഥം എന്താ? വഴി എന്നാണ്. മേരെ രാസ്തേമേ ആന ബന്ദ് കരോ. നീ എന്റെ ഇതിലോട്ടൊക്കെ വരുന്ന, എന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത് നിർത്തിക്കോ. ഇനി അതുപോലെ നമ്മൾ പറയും അല്ലെ, നീ ഒരിക്കലും മാറില്ല, നീ ഇങ്ങനെ തന്നെയായിരിക്കും, നീ ഒരിക്കലും എത്ര പറഞ്ഞാലും മാറില്ല. തും കബി നഹി ബദലോഗി, അല്ലെങ്കിൽ സുധരോഗി എന്നും പറയാം കേട്ടോ. തും കബി നഹി ബദലോഗി. പിന്നെ ചില ആളുകൾ പറഞ്ഞേക്കാം അല്ലെ,
നീ എന്റെ ജീവിതം എന്തിനാണ് ഇങ്ങനെ വേസ്റ്റ് ചെയ്യുന്നത്? എന്റെ ജീവിതം, മെരി ജിന്ദഗി. സിന്ദഗി എന്ന് പറഞ്ഞ ജീവിതം കേട്ടോ, എന്റെ ജീവിതം. തും മെരി ജിന്ദഗി ക്യോ ബർബാദ് കർ രഹേ ഹോ? ക്യോ ബർബാദ് കർ രഹേ ഹോ? ഇവിടെ ബർബാദ് എന്ന് പറയുന്നത് വേസ്റ്റ്. ഓക്കെ, അപ്പൊ വേസ്റ്റ് ചെയ്യുക. ബർബാദ് കർണ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ചെയ്യുക. ക്യോ ബർബാദ് കർ രഹേ ഹോ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് വേസ്റ്റ് ചെയ്യുന്നത്? തും മേരി ജിന്ദഗി ക്യോ ബർബാദ് കർ രഹേ ഹോ? പിന്നെ നമ്മൾ പറയല, എന്നെ തനിയെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്, എന്നെ തനിയെ വിട്ടേക്ക്. മുझे അക്കേലെ छोड़ दो, മുझे അക്കേലെ छोड़ दो. എന്നെ വിട്ടേക്ക് എന്നുള്ള അർത്ഥത്തിലാണ്, എന്നെ തനിയെ വിടൂ. മുझे അക്കേലെ छोड़ दो. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, പലതും നമ്മളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പറയല്ലേ, ഞാൻ നിങ്ങളുടെ വേലക്കാരിയല്ല, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ വേലക്കാരനല്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. मैं तुम्हारा നൗക്കർ നഹി ഹൂം. അവിടെ നൗക്കർ എന്നുള്ളത് വേലക്കാരൻ കേട്ടോ, അല്ലെങ്കിൽ സെർവന്റ് എന്ന് പറയുന്നതാ. मैं तुम्हारा നൗക്കർ നഹി ഹൂം. അപ്പൊ ഇങ്ങനെയുള്ള കുറെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ ഇടയിലാണ് ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ വരാം അല്ലെ. ചിലപ്പോ ഉണ്ടാവും, ചിലപ്പോ ഉണ്ടാവില്ല. എന്നാൽ പോലും നമ്മൾ ഒന്ന് കോംപ്രമൈസ് ഒക്കെ ആവുമ്പോൾ നമ്മൾ പറയല്ലേ, ഇനി ഇത് ചെയ്യരുത്, അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ചെയ്യരുത്. ഐസ ഫിർ, വീണ്ടും എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ഐസ ഫിർ കബി മത് കർണ, ഒരിക്കലും ചെയ്യരുത്. ഇനി വീണ്ടും ഇതുപോലെ ഒരിക്കലും ചെയ്യരുത്. ഐസ ഫിർ കബി മത് കർണ. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ ആംഗ്രി സെന്റൻസുകൾ ഇങ്ങനെയാണ് പറയാം. ഇനി അതുപോലെ മറ്റൊരു വ്യക്തിയോട് നമ്മളോട് അത്ര അടുപ്പൊന്നുമില്ല, എന്നാലും നമുക്ക് ഇടപെടേണ്ട ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പൊ അവരോട് സംസാരിക്കുമ്പോ ഇച്ചിരി വേറെ ലെവല് സെന്റൻസുകളാ പറയാം അല്ലെ. അപ്പൊ അതെങ്ങനെയാ നോക്കാം കേട്ടോ. ഇപ്പൊ ഒരു വ്യക്തി വന്നിട്ട് ഇപ്പൊ നമ്മളോട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഒന്ന് സംസാരിക്കാന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ ചോദിക്കും അല്ലെ, നിനക്ക് ഇത്ര ധൈര്യം എവിടുന്നാ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്ന് ചോദിക്കത്തില്ല. നിനക്ക് ഇത്ര ധൈര്യം എവിടെ നിന്നുണ്ടായി എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? അവിടെ ധൈര്യം, ഹിമ്മത്ത് എന്നുള്ള വേർഡ് കേട്ടോ. തുമാരി ഹിമ്മത്ത് കേസെ ഹുയി, തുമാരി ഹിമ്മത്ത് കേസെ ഹുയി. എന്താണ്? മുജ്സെ ഇസ് തരഹ് സെ ബാത് കർണേക്ക്, എന്നോട് ഈ രീതിയിൽ സംസാരിക്കാൻ. മുജ്സെ ഇസ് തരഹ് സെ, ഈ രീതിയിൽ, ഓക്കെ, സംസാരിക്കാൻ. ബാത് കർണേക്ക്, എന്ത്? തുമാരി ഹിമ്മത്ത് കേസെ ഹുയി. മനസ്സിലാവുന്നുണ്ടോ? നിനക്ക് ഇത്ര ധൈര്യം എവിടുന്ന് വന്നു എന്നോട് ഈ രീതിയിൽ സംസാരിക്കാൻ എന്ന് ചോദിക്കുന്നതാ. എന്നിട്ട് നമ്മൾ ചോദിക്കുകയാണ്, ക്യാ തുമാര ദിമാഗ് ഖറാബ് ഹോ ഗയാ? ക്യാ തുമാര ദിമാഗ് ഖറാബ് ഹോ ഗയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് വല്ല പ്രശ്നമായോ എന്ന് ചോദിക്കുന്ന. ദിമാഗ് എന്ന് പറയുന്നത് ബുദ്ധിയാണ്, പക്ഷെ നമ്മൾ ദേഷ്യത്തിൽ ചോദിക്കുക, ക്യാ തുമാര ദിമാഗ് ഖറാബ് ഹോ ഗയാ ഇസ് തരഹ് സെ ബാത് കർനെ കി. ഓക്കെ, അതും അല്ലെങ്കിൽ തും പാഗലോ, തും പാഗലോ, ക്യാ തും പാഗലോ, നിനക്കെന്താ ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുന്ന. ക്യാ തും പാഗൽ ഹോ? ഓക്കെ, പിന്നെ നമ്മൾ ചോദിക്കും അല്ലെ, നീ എന്ത് വിഡ്ഢത്തെ പറയണേ, അല്ലെങ്കിൽ എന്ത് വിഡ്ഢത്തെ ചെയ്യുന്നേ? തും ക്യാ ബക്വാസ് കർ രഹേ ഹോ? ബക്വാസ്, അതാണ് ആ മണ്ടത്തരം, വിഡ്ഢിത്തം എന്നുള്ള അർത്ഥം വരുന്നത് കേട്ടോ. തും ക്യാ ബക്വാസ് കർ രഹേ ഹോ? ഓക്കെ, ഇനിയിപ്പോ അദ്ദേഹം നമ്മൾ ഒന്നുകൂടി കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ പറയല്ലേ, മൈൻഡ് യുവർ ഓൺ ബിസിനസ്, നീ നിന്റെ കാര്യം നോക്ക്. അപ്നെ കാം സെ കാം രഖോ, അപ്നെ കാം സെ കാം രഖോ. നീ നിന്റെ കാര്യം നോക്ക്, അല്ലെങ്കിൽ നീ നിന്റെ ജോലി നോക്ക് എന്ന് പറയുന്നതാ. ഓക്കെ, അപ്പൊ ഇത്രയും ചെറിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനി അത് കഴിഞ്ഞ് കുറച്ചുകൂടി റേസ് ചെയ്ത് സംസാരിക്കുവാണെങ്കിൽ, നിനക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ ആരാന്ന്. അതല്ലെങ്കിൽ നിനക്ക് അറിയില്ല നീ ആരോടാ സംസാരിക്കുന്നേന്ന്. മനസ്സിലാവുന്നുണ്ടോ? അതല്ലെങ്കിൽ നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കും, നിന്നെ ഞാൻ വിടില്ല എന്നൊക്കെ നമ്മൾ പറയത്തില്ല. കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള സംസാരം കേട്ടോ. അങ്ങനെ 2-3-4 സെന്റൻസ് കൂടി നോക്കാം. ഓക്കെ, ആദ്യം തന്നെ ഞാൻ ആരാന്ന് നിന്നെ കാണിച്ചു തരാം. ഞാൻ ആരാന്ന് നിന്നെ കാണിച്ചു തരാം. മേ തുമേ ദിഖാവുങ്ക കി മേ കോൻ ഹൂം. മേ തുമേ, ഞാൻ നിന്നെ ദിഖാവുങ്ക, കാണിച്ചു തരാം. ദിഖാവുങ്ക അല്ലെങ്കിൽ ദിഖാവുങ്കി, സ്ത്രീ ആണെങ്കിൽ ദിഖാവുങ്കി കേട്ടോ. മേ തുമേ ദിഖാവുങ്ക കി, എന്ത്? മേ കോൻ ഹൂം, ഞാൻ ആരാണെന്ന്. ഓക്കെ, മേ തുമേ ദിഖാവുങ്ക കി മേ കോൻ ഹൂം. അതുപോലെ തന്നെ ഞാൻ നിന്നെ വിടില്ല. മേ തുമേ നഹി ചോഡൂങ്ക, മേ തുമേ നഹി ചോഡൂങ്ക, ഞാൻ നിന്നെ വിടില്ല എന്ന് പറയുന്ന. ചോടുന എന്ന് പറഞ്ഞ വിടുക. നഹി ചോഡൂങ്ക, വിടില്ല, ഫ്യൂച്ചർ ആണല്ലോ, അതാണ് അവിടെ ഊങ്ക സൗണ്ട് വന്നത് കേട്ടോ. മേൻ തുമേ നഹി ചോഡൂങ്ക. ഇനി അതുപോലെ നമ്മൾ പറയുന്നല്ലേ, നിനക്കറിയില്ല ഞാൻ ആരാന്ന്, നിനക്കറിയില്ല ഞാൻ ആരാന്ന്. തുമേ നഹി പത്താക്കി, നഹി പത്ത, നിനക്ക് അറിയില്ല. ഓക്കെ, എന്ത്? ഞാൻ ആരാന്ന്. മേ കോനു, തുമേ നഹി പത്താക്കി മേ കോനു. മനസ്സിലാവുന്നുണ്ടോ? അതല്ലെങ്കിൽ നമ്മൾ പറയല്ലേ, നിനക്ക് അറിയില്ല നീ ആരുടെ അടുത്താ കളിക്കുന്നേന്ന്. നീ ആരുടെ അടുത്താ എന്തെങ്കിലും വഴക്കുണ്ടാവുമ്പോൾ നമ്മൾ പറയല്ലേ, നിനക്ക് അറിയില്ല നീ ആരുടെ അടുത്താ കളിക്കുന്നേ. തുമേ നഹി പത്താക്കി തും കിസ്കെ സാത്ത്
पंगा ले रहे हो तुम किसके साथ पंगा ले रहे हो അതാണ് ആ സെന്റൻസ് കേട്ടോ. तुम्हें नहीं पता है कि तुम किसके साथ पंगा ले रहे हो എന്ന് പറഞ്ഞാൽ നിനക്കറിയില്ല നീ ആരുടെ അടുത്താ കളിക്കുന്നേ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. എവിടെയും പ്രയോഗിക്കണ്ട. ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് ചെയ്തത് കേട്ടോ. എനിക്കൊരു കമന്റ് വന്നതുകൊണ്ട് മാത്രമാണ്. ഇനി യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ നമ്മൾ മറ്റേ ദേഷ്യപ്പെടുത്താൻ വേണ്ടി പറയാം അല്ലെ, നീ ഒരു ഭീരുവാണ് അല്ലെങ്കിൽ പേടിത്തൊണ്ടനാണ് എന്നൊക്കെ പറയത്തില്ല. അതെങ്ങനെയാ? തും ഡർപോക്ക്, ഡർപോക്ക് എന്നാട്ടാ പറയാ. തും ഡർപോക്ക് ആകും. ഡർപോക്ക് അല്ലെങ്കിൽ കായർ, കായർ എന്ന് പറയുന്നത് ഭീരുവാണ് കേട്ടോ. കായർ. ഓക്കെ, തും കായറോ, നീ ഭീരുവാണ്. ഇനി അതുപോലെ എനിക്ക് നീയായിട്ടൊരു ബന്ധവും ഇല്ല എന്ന് പറയാൻ, എനിക്ക് നീയുമായിട്ടൊരു ബന്ധവും ഇല്ല. മെരാ തുംസെ കോയി ലേന ദേന നെഹി ഹെ. ഈ ഒരു സെന്റൻസ് ഇങ്ങനെയാട്ടോ. ഇവിടെ ലേന ദേന എന്ന് പറഞ്ഞാൽ കൊടുക്കുക വാങ്ങുക എന്നാണ് അർത്ഥമുള്ളത്. പക്ഷെ ഇതല്ല ഉദ്ദേശിക്കുന്നത്. ഞാൻ നീയായിട്ടൊരു ബന്ധവുമില്ല, അതാണ് മെരാ തുംസെ കോയി ലേന ദേന നെഹി ഹെ. ഓക്കെ, അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ പറയില്ല നീ എന്ത് ചെയ്യും, തും ക്യാ കരോഗെ, തും ക്യാ കരോഗെ. ഇവിടെ ഈ അർത്ഥത്തിലാണ് കേട്ടോ. ഈ സെയിം സെന്റൻസ് തന്നെ ദേഷ്യമില്ലാതെ നമ്മൾ സംസാരിക്കും അല്ലെ. എടാ നീ ഇപ്പൊ എന്ത് ചെയ്യും, തും ക്യാ കരോഗെ. അവിടെ നമുക്ക് ദേഷ്യമില്ല, നമുക്കൊരു സഹതാപമാണ്. അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നതാ. ആ സെയിം സെന്റൻസ് തന്നെയല്ലേ നമ്മൾ ദേഷ്യത്തിലും ചോദിക്കുക അല്ലെ. മലയാളത്തിലായാലും അങ്ങനെ തന്നെയല്ലേ. എടാ നീ ഇപ്പൊ എന്ത് ചെയ്യും. അത് നമ്മൾ ദേഷ്യത്തിൽ എങ്ങനെയാ, ഓ നീ ഇപ്പൊ എന്ത് ചെയ്യും എന്ന് ചോദിക്കത്തില്ലയോ. അത്രേ ഉള്ളൂ. ആ ടോണൊന്ന് മാറ്റി പറയണമെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ പറയുന്നത് ഈ ടോണിലല്ല. ദേഷ്യത്തിലാകുമ്പോ അത്രയും ദേഷ്യത്തിൽ ചോദിക്കുന്ന സെന്റൻസുകൾ ഇതല്ല. നീ എന്ത് ചെയ്യും, തും ക്യാ കരോഗെ എന്ന് ചോദിക്കുന്ന. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറയല്ലേ, ഞാൻ ആരെയും ഭയപ്പെടില്ല, എനിക്ക് ആരെയും പേടിയില്ല എന്ന് പറയില്ലയോ. മേം കിസിസെ നെയ് ഡർത്ത, മേ കിസിസെ നെയ് ഡർത്ത. എന്താണ്? ഞാൻ ആരെയും പേടിക്കത്തില്ല. അതല്ലെങ്കിൽ മേ തുംസെ നെയ് ഡർത്ത, നിന്നെ ഞാൻ പേടിക്കില്ല എന്ന് പറയുന്നതാ. മേ കിസിസെ നെയ് ഡർത്ത അല്ലെങ്കിൽ മേ തുംസെ നെയ് ഡർത്ത. ഓക്കെ, പിന്നെ പറയല്ലേ, നീ എന്റെ നിന്ന് രക്ഷപ്പെടില്ല, നിനക്ക് എന്റെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല അല്ലേ. തും മുജ്സെ ബച്ച് നഹീ സക്തേ, നീ എന്റെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഈ പൈസ വരാണ്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. തും മുജ്സെ ബച്ച് നഹീ സക്തേ, നീ എന്നിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ നമ്മൾ പറയല്ലേ, ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും, ഞാൻ നിന്നെ പാഠം പഠിപ്പിക്കും. മേ തുമേ സബക് സിഖാവുക, സബക് സിഖാവുക കേട്ടോ. ഞാൻ നിന്നെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് പറയുന്നതാ. മേ തുമേ സബക് സിഖാവുക. ഓക്കെ, ഇപ്പൊ ഏകദേശം ഒരു ചെറിയ വലിയ ക്ലാസ് ആയിപ്പോയി അല്ലെ. ഒരു 50 സെന്റൻസുകളുണ്ട്. പല സിറ്റുവേഷനിലും പല രീതിയിലും സംസാരിക്കുന്ന ആംഗ്രി സെന്റൻസുകൾ അല്ലെ. ദേഷ്യത്തിൽ നമ്മൾ സംസാരിക്കേണ്ടി വരുമ്പോൾ സംസാരിക്കുന്ന സെന്റൻസുകളാണ്. അപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് ചെയ്യുന്നത്. അപ്പൊ അത്യാവശ്യമുള്ളവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടാവുക അല്ലെ. അപ്പൊ ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാണ്ട് മറന്നു പോകരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കൂടാതെ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഇപ്പോൾ സ്പോക്കൺ ഹിന്ദിയുടെ ഒരു 30 days ക്ലാസ് റണ്ണിങ് ആണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോയിൻ ബട്ടൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 59 rupees സിൽവർ ഓപ്ഷൻ ചൂസ് ചെയ്താൽ മതിയാവും. ഓർഡർ ആയിട്ട് ആദ്യം മുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.